تكونوا من المشركين. قال الله تعالى في قرآنه الكريم: لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد. صدق الله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളും നിരൂപണങ്ങളും അദ്ദേഹത്തിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നു. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഖിലാഫത്തിൻ്റെ തകർച്ചയെ സംബന്ധിച്ച് മാത്രമാണ്. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകൽ മാത്രമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വചനമാണ്. അമ്മാർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ കുറിച്ചാണ് പ്രവാചകൻ പറഞ്ഞത്: വൈഹ അമ്മാർ, അമ്മാറെ നിനക്ക് നാശം. തഖ്തുലുഹു അൽ ഫിഅത്തുൽ ബാഗിയ, അക്രമികളായ ഒരു സംഘം നിന്നെ വധിക്കും. അമ്മാർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹമുള്ള ഒരു സദസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറയുന്നത്. ഈ ഹദീസ് ആകട്ടെ മുത്തവാത്തിറായ ഹദീസാണ്. മുത്തവാത്തിറായ ഹദീസ് എന്ന് പറഞ്ഞാൽ പ്രഗത്ഭരായ പല സഹാബിമാർ ഉദ്ധരിച്ച റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അതായത് വിശ്വാസയോഗ്യമായ ഹദീസ് എന്നർത്ഥം. മുത്തവാത്തിറായ ഹദീസ്, പ്രമാണയോഗ്യമായ ഹദീസ്, പല സഹാബിമാർ പല രൂപത്തിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അതുകൊണ്ട് വ്യാജമാകാൻ തരമില്ല. അതാണ് ഹദീസ് വിശാരദന്മാർ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അമ്മാറിനോടാണ് പ്രവാചകൻ പറഞ്ഞത്: അമ്മാറെ നിനക്ക് നാശം. അക്രമികളായ ഒരു സംഘത്തിന്റെ കയ്യാൽ നീ വധിക്കപ്പെട്ടേക്കാം. ഇത് പ്രവാചകന്റെ ഒരു പ്രവചനമാണ്. ഈ പ്രവചനം യഥാർത്ഥ രൂപത്തിൽ പുലർന്നു. അത് ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞ സിഫീൻ യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. സിഫീൻ യുദ്ധത്തിൽ രണ്ട് പക്ഷമാണ്. ഒരു കക്ഷി അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പക്ഷമാണെങ്കിൽ, രണ്ടാമത്തേത് മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പക്ഷമാണ്. രണ്ടു കൂട്ടരും അധികാരത്തിന് വേണ്ടിയുള്ള ശക്തമായ പോരാട്ടം അവിടെ നടക്കുന്നു. ഇതിലേതാണ് സത്യത്തിന്റെ പക്ഷം, ഏതാണ് ശരിയുടെ പക്ഷം? അത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പ്രവാചകന്റെ ഒരു പ്രവചനമായിരുന്നു ഈ ഹദീസ്. ആ യുദ്ധത്തിൽ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന അമ്മാർ റളിയല്ലാഹു അൻഹു മുആവിയയുടെ പക്ഷം, ആ ഒരു വിഭാഗത്തിൽപ്പെട്ട സൈന്യത്തിന്റെ കയ്യാൽ വധിക്കപ്പെടുന്നു. അപ്പോൾ അക്രമികളായ ഒരു സംഘത്തിന്റെ കയ്യാൽ താങ്കൾ വധിക്കപ്പെടും എന്ന പ്രവാചകന്റെ പ്രവചനം അവിടെ പുലർന്നു. അപ്പൊ സ്വഹാബിമാർക്ക് മനസ്സിലായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഫിത്ന ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഏത് കക്ഷിയാണ് സത്യത്തിന്റെ കക്ഷി, ഏത് കക്ഷിയാണ് അക്രമത്തിന്റെ അസത്യത്തിന്റെ കക്ഷി എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി
അദ്ദേഹം പറഞ്ഞ ആ വചനത്തിന്റെ പൊരുൾ സ്വഹാബിമാർക്ക് ആ സന്ദർഭത്തിൽ മനസ്സിലാവുകയുണ്ടായി. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭാഗത്താണ് നീതി ന്യായം, മുആവിയ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നീതിയോ ന്യായമോ ഇല്ല, അത് അക്രമത്തിന്റെ ഒരു കക്ഷിയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ഇതെല്ലാം ചരിത്രമാണ്. ഈ ചരിത്രം ഇങ്ങനെ നിരൂപണം ചെയ്തും ചർച്ച ചെയ്തും അലിയുടെ പക്ഷം, മുആവിയ പക്ഷം, അങ്ങനെയൊക്കെ ചർച്ചകൾക്ക് വിധേയമാക്കിയും മുന്നോട്ട് പോകേണ്ടവരല്ല നമ്മൾ. മറിച്ച് ഖിലാഫത്തിന്റെ തകർച്ചയുടെ കാരണങ്ങളെ പഠിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകേണ്ടവരാണ് നമ്മൾ. ഇനി ഖിലാഫത്തിന്റെ തകർച്ചയുടെ കാരണങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ കാരണം കുടുംബവാഴ്ചയാണ്, കുടുംബാധിപത്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. രണ്ടാമതായി പറയുമ്പോൾ സുഖലോലുപതയാണ്. അധികാരത്തിലേക്ക് വന്ന ഭരണാധികാരികൾ സുഖലോലുപരായി മാറുന്നു. ഈ രണ്ടു കാരണങ്ങൾ നിലനിൽക്കെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണമുണ്ട്. പാരത്രിക വിശ്വാസത്തിന്റെ കുറവാണ്, പരലോക വിശ്വാസത്തിന്റെ കുറവാണ്. ഒരു മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കുന്നത് പാരത്രിക വിശ്വാസമാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളാണ്, പരലോകത്തെ സംബന്ധിച്ചുള്ള പേടിയാണ്. 4 ഖലീഫമാർ ഇസ്ലാമിക ഭരണാധികാരികളായ ആ ഒരു സന്ദർഭമുണ്ടല്ലോ. ആ 4 ഖലീഫമാർ എത്രത്തോളം അള്ളാഹുവിനെ പേടിച്ചിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു മരത്തിലേക്ക് നോക്കുന്നു. ആ മരത്തിൽ കിളികൾ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആഗ്രഹിച്ചു പോയി, അള്ളാഹുവോട് പറഞ്ഞു പോയി, അള്ളാഹുവേ, ഞാനൊരു പക്ഷിയായി ജനിച്ചിരുന്നെങ്കിൽ, ഞാനൊരു കിളിയായി ജനിച്ചിരുന്നെങ്കിൽ എനിക്ക് വിചാരണയെ ഭയപ്പെടേണ്ടി വരില്ലായിരുന്നല്ലോ, അള്ളാഹുവിന്റെ കോടതിയിൽ എനിക്ക് നിൽക്കേണ്ടി വരില്ലായിരുന്നു, ഞാനൊരു പക്ഷിയായി ജനിച്ചിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, നമുക്കെല്ലാവർക്കും അറിയാവുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രഖ്യാപനം, ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? യൂഫ്രട്ടീസിന്റെ തീരത്തെങ്ങാനും ഒരു ആട്ടിൻ കുഞ്ഞ് വിശന്ന് മരിച്ചാൽ അതിന്റെ പേരിൽ ഞാൻ അള്ളാഹുവോട് സമാധാനം പറയേണ്ടി വരും. അപ്പൊ ഞാൻ രാജ്യം ഭരിക്കുമ്പോ ഒരാട്ടിൻ കുഞ്ഞ് പോലും വിശന്ന് മരിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഞാൻ അള്ളാഹുവോട് സമാധാനം പറയേണ്ടി വരും. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ നിയന്ത്രിച്ച ഘടകം ഏതാണ്? അതിശക്തമായ പരലോക വിശ്വാസമാണ്. അതിശക്തമായ പരലോക വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ല ഭരണാധികാരി ജനിക്കുകയുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവം പറയാം. ഒരിക്കൽ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് തന്റെ രാജ്യക്കാരൻ കടന്നു വരുന്നു. ഉമറുമായി സംസാരിക്കാൻ വേണ്ടിയാണ് കടന്നു വന്നത്. രാജ്യത്തിന്റെ കാര്യങ്ങൾ അഥവാ പൊതുവായ കാര്യങ്ങളാണ് അദ്ദേഹം ഭരണാധികാരിയുമായിട്ട് സംസാരിക്കുന്നത്. ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു, രാത്രിയാണ് ഈ ചർച്ചകളൊക്കെ നടക്കുന്നത്, രാത്രി വിളക്ക് കത്തിച്ചു വച്ചിരിക്കുന്നു. അത് പൊതു മുതൽ അതുമായി ബന്ധപ്പെട്ട വിളക്കാണ്. ആ മനുഷ്യൻ കയറി വന്നു, ഉമറുമായിട്ട് രാജ്യകാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കാതെ പതുക്കെ സ്വകാര്യമായ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ചർച്ചകൾ നീണ്ടു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പൊതുകാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന രാജ്യത്തിന്റെ പൊതുമുതൽ അതിൽ നിന്ന് മേടിച്ച ആ വിളക്ക് ഊതിക്കെടുത്തി. എന്നിട്ട് അദ്ദേഹത്തിന്റെ സ്വകാര്യമായ അദ്ദേഹത്തിന്റെ സ്വന്തം സമ്പത്തിൽ നിന്ന് മേടിച്ച വിളക്ക് കത്തിച്ചു വച്ചു.
ഈ വന്ന വ്യക്തി ചോദിച്ചു, എന്തിനാണ് താങ്കൾ അപ്രകാരം ചെയ്തത്? ഈ രണ്ട് വിളക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്ന് ഊതിക്കെടുത്തി, മറ്റൊന്ന് കത്തിച്ചു. ഇവിടെ എന്താണ് ഇപ്പോൾ നടന്നത്? ഉമർ റളിയല്ലാഹു അൻഹു അതിന് കൊടുത്ത മറുപടി, ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തത് രാജ്യ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, പൊതുവായ കാര്യങ്ങളാണ്. ആ പൊതുവായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വിളക്ക്. അത് രാജ്യത്തിന്റെ വിളക്കാണ്, അത് ജനങ്ങളുടെ പൊതു മുതലാണ്. നമ്മുടെ ചർച്ചകൾ പതുക്കെ പതുക്കെ മാറി സ്വകാര്യമായ, കുടുംബപരമായ, നമ്മുടേതായ കാര്യങ്ങളായിട്ട് മാറിയപ്പോൾ ആ വിളക്കെടുക്കാൻ പറ്റൂല. മറിച്ച് എൻ്റെ പൈസ കൊണ്ട് ഞാൻ മേടിച്ച എൻ്റെ വിളക്ക് കത്തിച്ചു വെക്കാം, ഇല്ലെങ്കിൽ നാളെ പടച്ചവന്റെ അടുക്കൽ ഞാൻ സമാധാനം പറയേണ്ടി വരും. പൊതുമുതൽ സ്വകാര്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയ ഭരണാധികാരി എന്ന അർത്ഥത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഞാൻ സമാധാനം പറയേണ്ടി വരും എന്ന് ഉമർ പറയുമ്പോൾ ഉമറിനെ ആ അർത്ഥത്തിൽ മാറ്റിയെടുത്ത വിശ്വാസം ഏതാണ്? അത് പാരമ്പര്യ വിശ്വാസമായിട്ട് പറയാൻ കഴിയും. ഉമറിന്റെ ഉപ്പ അങ്ങനെയായിരുന്നു, ഉമറിന്റെ വെല്ലുപ്പ അങ്ങനെയായിരുന്നു, ഉമറിന്റെ കുടുംബ പാരമ്പര്യം അങ്ങനെയാണ്. അല്ല, അത് ഉമറിനെ മാറ്റിയെടുത്ത പാരത്രിക വിശ്വാസത്തിന്റെ ശക്തിയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ സമാധാനം പറയേണ്ടി വരുമെന്ന ബോധ്യമാണ്. അത് ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോ നമുക്ക് പകരം വയ്ക്കാനില്ലാത്ത ഒരു ഭരണാധികാരി ജന്മം കൊള്ളുന്നു. ഇനി ഇത് ഉമറിന്റെ മാത്രം കഥയല്ല. തൊട്ട് താഴെ ഉമർ റളിയല്ലാഹു അൻഹു കഴിഞ്ഞിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ സംബന്ധിച്ച് ചരിത്ര ഗവേഷകന്മാര് പറയുന്നത്, ഖാന ഉസ്മാൻ ഇദാ വഖഫൽ അലൽ ഖബരി, ഖബറിന്റെ സമീപത്തു കൂടെ നടന്നു പോയാൽ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബറിന്റെ സമീപത്തു കൂടെ നടന്നു പോയാൽ ബക്ക, അദ്ദേഹം പൊട്ടിക്കരയുമായിരുന്നു. ആര്? ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി. മറമാടപ്പെട്ട് കിടക്കുന്ന ഖബർവാസികൾ അവരുടെ സമീപത്തുകൂടെ നടന്നു പോയാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുമായിരുന്നു. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കും, യാ ഉസ്മാൻ, താങ്കൾക്ക് സ്വർഗമൊക്കെ റസൂല് വാഗ്ദാനം ചെയ്തതല്ലേ, പിന്നെ എന്തിനാണ് താങ്കൾ കരയുന്നത് എന്ന് ചോദിച്ചാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന മറുപടി, ഖബറാണ് പരലോകത്തിലേക്കുള്ള ഒന്നാമത്തെ കവാടം. ആ കവാടത്തിൽ രക്ഷ കിട്ടിയാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. അവിടെ പരാജയപ്പെട്ടാൽ ബാക്കിയെല്ലാം പരാജയമായിരിക്കും. അതൊന്നാമത്തെ കവാടമാണ്. അതുകൊണ്ട് ഞാൻ വല്ലാതെ ഭയപ്പെടുന്നു. ഒന്നാമത്തെ സ്റ്റേജ്, ഒന്നാമത്തെ കവാടത്തിൽ ഞാൻ എങ്ങാനും പരാജയപ്പെട്ടു പോകുമോ എന്ന് ഞാൻ വല്ലാതെ പേടിക്കുന്നു. ആരാണ് ഈ പറയുന്നത്? രാജ്യം ഭരിക്കുന്ന ഒരു ഭരണാധികാരിയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ രാജ്യം, ഇസ്ലാമിന്റെ ഖിലാഫത്ത്, ഇസ്ലാമിക ഭരണകൂടം സുവർണ കാലഘട്ടമായി മാറുവാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന്റെ ഈ പാരത്രിക വിശ്വാസമാണ്. ഇനി അവിടെ നിന്ന് വന്ന് അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര സംഭവം പറയാം. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഉണ്ടെങ്കിലും ഒരു ചരിത്ര സംഭവം ഇപ്രകാരമാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കവചം, ആ കാലഘട്ടത്തിൽ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, ഒരു വസ്ത്രമാണ് കവചം എന്ന് പറയുന്നത്. ഈ കവചം അദ്ദേഹത്തിന്റെ നഷ്ടപ്പെട്ടു. അദ്ദേഹം നോക്കിയപ്പോൾ ഒരു യഹൂദന്റെ കൈവശം തന്റെ ഈ കവചം അദ്ദേഹം കാണുന്നു. അന്ന് അദ്ദേഹം രാജ്യം ഭരിക്കുന്ന ഖലീഫയാണ്. ഈ യഹൂദിയോട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ കവചമാണത്, അത് എനിക്ക് നൽകണം. യഹൂദി പറഞ്ഞു, അല്ല, ഇത് എന്റേതാണ്. അലി റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കെ അധികാരം ഉപയോഗിച്ച് ആ കവചം തിരിച്ചു മേടിക്കാം. തന്റെ കയ്യിൽ അധികാരമുണ്ട്, പോലീസും പട്ടാളവും ഒക്കെ അലിയുടെ കയ്യിലുണ്ട്. അധികാരം ഉള്ള ഒരു ഭരണാധികാരിക്ക് ആ കവചം തിരിച്ചു മേടിക്കാൻ ഒരു പ്രയാസവും ഇല്ല എന്നിരിക്കെ അലി റളിയല്ലാഹു അൻഹു രാഷ്ട്രത്തിന്റെ കോടതിയിൽ പോയിട്ട് കേസ് കൊടുക്കുന്നു. ഒരു ഭരണാധികാരി അധികാരം കയ്യിലിരിക്കെ കേസ് കൊടുക്കുന്നു.
കോടതിയിൽ ഈ വിഷയമെത്തി. ജഡ്ജി അലിയോട് ചോദിച്ചു, നിന്റെ കവചമാണ് എന്നതിന് എന്താണ് തെളിവ്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ മകൻ ഹസൻ തെളിവാണ്. പക്ഷേ ജഡ്ജിക്ക് അത് ബോധ്യമായില്ല. മകൻ തെളിവാകുന്നത് എങ്ങനെ? നിനക്ക് വേണ്ടി മകൻ ഒരു പക്ഷേ കള്ളസാക്ഷ്യം പറഞ്ഞാലോ? വാപ്പയും മകനും നിനക്ക് വേണ്ടി മകൻ നിന്നെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞാലോ? അതുകൊണ്ട് മകൻ തെളിവല്ല, മകൻ സാക്ഷിയല്ല. അപ്പൊ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് ആ കവചം യഹൂദിയുടേതാണെന്ന് കോടതി വിധിക്കുന്നു. ഈ വിധി കേട്ട് യഹൂദി അമ്പരന്ന് പോകുന്നു. ഇതെന്തൊരു കഥ, ഇതെന്തൊരു രാജ്യം, ഇതെന്തൊരു നീതി! ഈ കവചം എന്റേതല്ല, ഈ കവചം അലിയുടേതാണെന്ന് യഹൂദിക്കറിയാം. വിലപിടിപ്പുള്ള ഒരു സാധനമാണ്. അലി ഇങ്ങനെ കേസ് കൊടുക്കും, ഈ വിഷയം കോടതിയിലെത്തും. ഇതൊന്നും യഹൂദി വിചാരിച്ചില്ല. യഹൂദി ആകെ അത്ഭുതപ്പെട്ടു. അലിയുടെ അടുത്തേക്ക് വന്നു, അലിയോട് പറഞ്ഞു, താങ്കൾക്ക് അധികാരമുണ്ടായിരിക്കെ, അവകാശമുണ്ടായിരിക്കെ താങ്കൾ എന്തിന് കോടതിയിൽ വന്നു? താങ്കൾ എന്തിന് കേസ് കൊടുത്തു? എന്നിട്ട് കോടതിയിൽ തെളിവില്ലാതെ ഞാൻ താങ്കളുടെ അടുക്കൽ നിന്ന് മോഷ്ടിച്ച ഈ കവചം എന്റേതാണെന്ന് കോടതി വിധിക്കുന്നു. അതുകൊണ്ട് ഈ കവചം ഞാൻ താങ്കൾക്ക് തിരിച്ചു നൽകുന്നു. ഞാനാണ് കുറ്റവാളി, ഞാനിവിടെ ഇതാ ഇസ്ലാം സ്വീകരിക്കുന്നു എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി. യഹൂദി ഇതെല്ലാം കണ്ടിട്ട് ഇതെന്തൊരു നീതിയാണ്, ഭരണാധികാരികൾ ഇങ്ങനെയുണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ട് യഹൂദി അവിടെ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. ഇസ്ലാം സ്വീകരിച്ച യഹൂദിക്ക് അലി റളിയല്ലാഹു അൻഹു സമ്മാനമായിട്ട് ഈ കവചം കൊടുക്കുന്നുമുണ്ട്. ഈ കവചം നീ എടുത്തോ, ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ നിനക്കുള്ള സമ്മാനമാണ്. ഇങ്ങനെയൊക്കെ അലി റളിയല്ലാഹു അൻഹുവിനെ പ്രേരിപ്പിച്ച ഘടകം ഏതാ? പാരത്രിക വിശ്വാസമാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഒരു ഭരണാധികാരി മാത്രമല്ല, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏത് മേഖലയിലും നമ്മെ നന്നാക്കി എടുക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന്റെ പേരാണ് പാരത്രിക വിശ്വാസം. അതില്ലെങ്കിലോ, നിങ്ങൾ ഖുർആൻ പരിശോധിക്കുകയാണെങ്കിൽ അല്ലാഹുവിൽ നിങ്ങൾ വിശ്വസിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ പരലോകത്തിൽ നിങ്ങൾ ദൃഢമായി വിശ്വസിക്കണം എന്നതാണ് ആയത്ത്. അല്ലാഹുവിൽ നിങ്ങൾ വിശ്വസിക്കണം എന്നേ പറയുന്നുള്ളൂ. പക്ഷെ പരലോകത്തെ സംബന്ധിച്ച് പറയുമ്പോൾ സൂറ ബഖറയിലെ ആദ്യ ഭാഗമാണ് വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. അവിടെ യുഅ്മിനൂൻ എന്ന പ്രയോഗമല്ല, മറിച്ച് യൂഖിനൂൻ എന്ന പ്രയോഗമാണ്. അറബി അറിയുന്നവർക്കറിയാം, യുഅ്മിനൂൻ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം വിശ്വസിക്കുക എന്ന് മാത്രമാണ്. യൂഖിനൂൻ എന്ന് പറയുമ്പോൾ ദൃഢമായി വിശ്വസിക്കുക എന്ന ഒരു പ്രയോഗം കൂടി, അർത്ഥം കൂടി അവിടെ വരുന്നു. അപ്പൊ അല്ലാഹുവിലുള്ള വിശ്വാസം നമ്മിൽ മാറ്റമുണ്ടാക്കില്ല, ഒരു മാറ്റം ഉണ്ടാക്കില്ല. ചുരുക്കി പറഞ്ഞാൽ ദൈവവിശ്വാസം മനുഷ്യരിൽ മാറ്റമുണ്ടാക്കില്ല. അങ്ങനെ മാറ്റമുണ്ടാക്കുമായിരുന്നെങ്കിൽ ലോകത്ത് ഈ കാണുന്ന അക്രമം, ഈ കാണുന്ന അനീതി, കൊലപാതക പരമ്പരകൾ ഒന്നും തന്നെ സംഭവിക്കില്ലായിരുന്നു. ദൈവവിശ്വാസം ഒരു മനുഷ്യനിൽ മാറ്റമുണ്ടാക്കുന്നില്ല. മാറ്റമുണ്ടാക്കുന്നത് പാരത്രിക വിശ്വാസമാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടും, അള്ളാഹുവിന്റെ അടുക്കലേക്ക് ചെല്ലേണ്ടി വരും. അതിശക്തമായ വിചാരണയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. സ്വർഗത്തിന്റെ മനോഹാരിത, നരകത്തിന്റെ ഭീകരത, അള്ളാഹുവിനെ കണ്ടുമുട്ടൽ, ഖബർ ജീവിതം, മഹ്ശറ, ഈ ചിന്തകളാണ് ഒരു മനുഷ്യനിൽ മാറ്റമുണ്ടാക്കുന്നത്. അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? തെളിവുദ്ധരിച്ച് പറയണം. അള്ളാഹുവിൽ മാത്രം ഞാൻ വിശ്വസിച്ചാൽ എന്നിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. സുബഹിക്ക് പള്ളിയിലേക്ക് വരണം, എൻ്റെ മനസ്സിന്റെ അകത്ത് ആ ഒരു ചിന്ത ശക്തിപ്പെടണമെങ്കിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ശക്തമായ തണുപ്പത്തും അനുകൂലമല്ലാത്ത കാലാവസ്ഥയിലും നരകത്തെ സംബന്ധിച്ചുള്ള പേടി, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ, വിചാരണയെ സംബന്ധിച്ചുള്ള പേടി എൻ്റെ ഹൃദയത്തിൽ അതിശക്തമായി രൂഢമൂലമായാൽ ഞാൻ അറിയാതെ എഴുന്നേറ്റ് പോകും. അതാണ് ഖുർആനിൽ അള്ളാഹുവിന്റെ ഒരു പ്രയോഗമുണ്ട്, തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഅ. അവര് മെത്ത വിട്ട് ഉണരുന്നു അറിയാതെ. അതാണ് പ്രയോഗം.
ആ അറബി ഭാഷയുടെ ആ ആയത്തിന്റെ അർത്ഥം അങ്ങനെയാണ്, തതജാഫാ ജുനൂബുഹും അനിൽ മലാജി ഖൗഫൻ വതമഅ. അറിയാതെ എഴുന്നേറ്റ് പോവുകയാണ് അവർ. അലാറം വച്ച് എഴുന്നേൽക്കുകയല്ല, മറിച്ച് അറിയാതെ അവരുടെ പാർശ്വങ്ങൾ ആ സുന്ദരമായ മെത്ത വിട്ട് എഴുന്നേറ്റ് വരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഉള്ളിൽ കിടക്കുന്ന വിശ്വാസമാണ്, ഉള്ളിൽ കിടക്കുന്ന പേടിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ആ പേടി, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പേടി, ഉസ്മാൻ ഖബർ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ പേടി, അലി ഇബ്നു അബീ ത്വാലിബ് അവരൊക്കെ ഒരുപാട് സൽക്കർമ്മം ചെയ്തവരാണ്, നമ്മളെ പോലെയല്ല. അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്, മുത്തഖീങ്ങളാണ്. എന്നാലും അവർ പേടിച്ചു. അള്ളാഹുവിന്റെ ആ വിചാരണയെ, ആ മഹാസഭയെ അവർ വല്ലാതെ ഭയപ്പെട്ടു. അറിയാതെ എഴുന്നേറ്റ് പോയി, അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഓടി വന്നു. അത് അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഉള്ളിലേക്ക് ഈ പാരത്രിക വിശ്വാസം ശക്തമായിട്ട് പ്രവേശിക്കണം. അത് പ്രവേശിച്ചില്ലെങ്കിൽ ഒരു നല്ല നേതാവിന് നമുക്ക് ലഭിക്കില്ല, ഒരു നല്ല കുടുംബനാഥന് നമുക്ക് ലഭിക്കില്ല. ഏത് രംഗത്താണെങ്കിലും ഇപ്പൊ നല്ല കഴിവുണ്ട് ഒരാൾക്ക്, ആ കഴിവുള്ളത് കൊണ്ട് നമുക്ക് അദ്ദേഹത്തെ നേതാവാക്കാം. അല്ല, കഴിവ് മാത്രം പോരാ, അദ്ദേഹത്തിന് പാരത്രിക വിശ്വാസം കൂടി വേണം, ശക്തമായ പരലോക ബോധം കൂടി വേണം. ആ ബോധമില്ലെങ്കിൽ കഴിവുകൊണ്ട് കാര്യമില്ല, കഴിവുകൊണ്ട് പ്രയോജനമില്ല. ഇസ്ലാമിന്റെ ഖിലാഫത്തിന്റെ തകർച്ചയുടെ കാരണങ്ങൾ അത് കുടുംബ വാഴ്ചയിലേക്കും പിന്നെ അങ്ങനെ സുഖലോലുപതയിലേക്കും ഒക്കെ അത് ആവദിക്കാനും തകർച്ചയെ അഭിമുഖീകരിക്കാനും ഒക്കെയുള്ള ആ കാരണങ്ങളെ എണ്ണി എണ്ണി പഠിക്കുമ്പോൾ അതിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാരണം പാരത്രിക ബോധമില്ലാത്ത, വിശ്വാസമില്ലാത്ത ഭരണാധികാരികൾ പിൽക്കാലഘട്ടത്തിൽ രംഗത്ത് വന്നതാണ്. സുഖലോലുപരായിട്ട് അവർ മാറി, തത്വം പ്രസംഗിച്ചു. പക്ഷേ അധികാരത്തിലേക്ക് വന്നപ്പോൾ അവർ സ്വന്തം ഇഷ്ടപ്രകാരമാണ് രാജ്യം ഭരിച്ചത്. ഞാനിവിടെ ഓതി വെച്ച ആയത്ത് ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഇത് മക്കയിൽ അവതരിച്ച ഒരു അധ്യായമാണ്, സൂറത്ത് അൽ ബലദ്. ഈ അധ്യായം തുടക്കത്തിൽ തന്നെ ലാ എന്ന പ്രയോഗമാണ്. അങ്ങനെ ലാ കൊണ്ട് ആരംഭിക്കുന്ന ഒരു ഏക സൂറത്താണിത്. ലാ എന്ന വാക്കിന്റെ അർത്ഥം ഇല്ല എന്ന അർത്ഥം, ഇല്ല, അങ്ങനെയല്ല. അപ്പൊ അല്ല, അല്ലെങ്കിൽ അങ്ങനെയല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ സൂറയുടെ തുടക്കം. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. ഇത് മക്കയിലാണ് അവതരിച്ചത്. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ കൊണ്ട് തുടങ്ങുന്നു. അവിടെ എന്തായിരിക്കും പടച്ചവൻ ഉദ്ദേശിക്കുന്ന കാര്യം? ലാ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വിശ്വാസം പോലെയല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല, നിങ്ങൾ മനസ്സിലാക്കി വച്ചതുപോലെയല്ല, മാമൂലായിട്ട് പരമ്പരാഗതമായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കുന്ന വിശ്വാസം പോലെയല്ല കാര്യങ്ങൾ എന്നതാണ് ലാ എന്ന വാക്കിന്റെ അർത്ഥം. എന്നിട്ടാണ് ഉഖ്സിമു ബിഹാദൽ ബലദ്. അപ്പൊ എന്തായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞു വെച്ചത്? മക്കയിലെ സത്യനിഷേധികളുടെ, ബഹുദൈവ ആരാധകരുടെ വിശ്വാസം എന്തായിരുന്നു? മരണശേഷം ഒരു ജീവിതമില്ല, മരിച്ചാൽ അതോടെ അവസാനിക്കുന്നു, മരിച്ചു കഴിഞ്ഞാൽ ഖബറടക്കും, അതോടെ മണ്ണായിട്ട് നുരുമ്പിയ എല്ലുകളായിട്ട് മാറ്റപ്പെടും, പിന്നെ നമ്മൾ വീണ്ടും ജനിക്കുന്നില്ല, വീണ്ടും നമ്മൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകുന്നില്ല, അതോടെ ജീവിതം അവസാനിച്ചിരിക്കുന്നു, ഇനി ഒരു ജീവിതമില്ല. അതുകൊണ്ട് പരമാവധി ആസ്വദിക്കലാണ് ജീവിതം. കിട്ടുന്ന സന്ദർഭം പരമാവധി അനുഭവിക്കണം, ആസ്വദിക്കണം, അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കണം. ഒറ്റ ജീവിതമേ ഉള്ളൂ, മരിക്കുന്നതിന് മുമ്പ് കിട്ടാവുന്ന സുഖങ്ങളൊക്കെ അനുഭവിക്കണം. ഇതായിരുന്നു മക്കയുടെ ഒരു സാമൂഹിക ജീവിത സംസ്കാരം എന്ന് പറയുന്നത്. അവിടെയാണ് ലാ എന്ന പ്രയോഗം. അങ്ങനെയല്ല, അപ്പൊ നിങ്ങളുടെ ആ വിശ്വാസം പോലെയല്ല, മരണശേഷം ഒരു ജീവിതമുണ്ട്. ആ അധ്യായത്തിന്റെ ബാക്കി ഭാഗത്ത് 1-2 ആയത്തുകൾ കഴിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യമാണ് അയഹ്സബു അല്ല യഖ്ദിറ അലൈഹി അഹദ്. അവരുടെ മേൽ ആർക്കും ഒരു കഴിവില്ല എന്ന് അവർ വിചാരിക്കുകയാണോ? അയഹ്സബു അല്ലം യറഹു അഹദ്. അവരെ ആരും കാണുന്നില്ല എന്നും അവർ വിചാരിക്കുകയാണോ? അതായത് ഒരു നിയന്ത്രണവും ഇല്ലാതെ, ആരും കാണാതെ, ഒരു പിടുത്തമില്ലാതെ, മുകളിൽ ഒരാളില്ലാതെ
സ്വതന്ത്രരായിട്ട് വിഹരിക്കാമെന്നാണോ ഇവരുടെ വിശ്വാസം? അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു, മണ്ണായി പോയി, കിട്ടാവുന്ന സുഖങ്ങളൊക്കെ അനുഭവിച്ചു, അങ്ങനെ ജീവിച്ചു മരിക്കണമെന്ന ഈ കാലഘട്ടത്തിലെ ലിബറൽ കാഴ്ചപ്പാട്. ആസ്വദിക്കലാണ്, അനുഭവിക്കലാണ് ജീവിതം, മറ്റൊന്നുമല്ല. ജനിച്ചാൽ പിന്നെ മരിക്കുന്നവരെ മാത്രമേ ആയുസുള്ളൂ, അടിച്ചു പൊളിക്കണം. ഈ ഒരു കാഴ്ചപ്പാടിന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അല്ലാഹ് പറയുന്നു, ലാ, അങ്ങനെയല്ല. നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന റബ്ബുണ്ട്, സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലം എന്താണ്, യറഹു അഹദ്, നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന, ഒരിക്കലും കണ്ണു വെട്ടിക്കാൻ കഴിയാത്ത ഒരു റബ്ബിന്റെ മേൽനോട്ടത്തിലാണ് നിങ്ങളൊക്കെയും ഉള്ളത്. ആ റബ്ബിന്റെ കുദറത്തിലാണ് നിങ്ങളൊക്കെയും ഉള്ളത്. ആ റബ്ബിനോട് കണക്ക് പറയേണ്ടി വരും, വിചാരണയുണ്ട്. ആ വിചാരണ മഹാസഭയിൽ നിൽക്കേണ്ടി വരും. സ്വർഗമുണ്ട്, നരകമുണ്ട്. അള്ളാഹു നിങ്ങളെ വെറുതെ വിടില്ല. ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്. മറ്റൊരു ഭാഗത്ത് അള്ളാഹുവിന്റെ പിടുത്തം അതികഠിനമാണ്. ഈ വിശ്വാസം ഹൃദയത്തിൽ ശക്തിപ്പെട്ടാൽ മാത്രമേ നമുക്ക് ചേഞ്ച് ആവാൻ പറ്റുകയുള്ളൂ. അല്ലാത്തിടത്തോളം കാലം നമ്മൾ ഈ നമ്മളായി തന്നെ ജീവിച്ചുകൊണ്ടിരിക്കും. നമ്മളൊരു മാറ്റവും സംഭവിക്കില്ല, പരിവർത്തനങ്ങൾ ഉണ്ടാവില്ല. ലോകത്ത് അത്ഭുതങ്ങൾ കാണിച്ച ഖലീഫമാര്, അത്ഭുതങ്ങൾ കാണിച്ച സ്വഹാബിമാര്, അത് ഈ വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ്. ഈ അത്ഭുതങ്ങൾ ആ കാലഘട്ടത്തിൽ മാത്രം അവസാനിച്ചു പോയിട്ടില്ല, ഇനിയും അത്ഭുതങ്ങൾ കാണാൻ കഴിയും. ഈ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലേക്ക് ശക്തിപ്പെട്ടാൽ പടച്ച തമ്പുരാൻ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പാരത്രിക ബോധമില്ലാതെ, ഭയമില്ലാതെ, അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.